കൃത്യമായി പറഞ്ഞാൽ 1271 ദിവസങ്ങളുടെ നീണ്ട കാത്തിരിപ്പ്. ഫുട്ബോൾ ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന ആ വലിയ നിമിഷം അത് ഇതാ വന്നെത്തിയിരിക്കുകയാണ്. കാൽപന്ത് ആരാധകർ സ്വപ്നം കണ്ട ആ ദിവസം 2026 ജൂൺ 11. ഇത്തവണത്തെ ലോകകപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. 32 നിന്നും 48 വളർന്ന ടീമുകൾ, ചരിത്രത്തിലാദ്യമായി 3 രാജ്യങ്ങൾ ഒന്നിക്കുന്ന മഹാസംഗമം. അതെ, 104 ആവേശ പോരാട്ടങ്ങൾ. പക്ഷേ ഫുട്ബോൾ പ്രേമികൾക്ക് ഈ കണക്കുകളല്ല പ്രധാനം. ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ ജൂനിയർ നമ്മെ ആനന്ദിപ്പിച്ച, അമ്പരിപ്പിച്ച, ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ സമ്മാനിച്ച മാന്ത്രികരുടെ അവസാന ലോകകപ്പ്. ഒരു കാലഘട്ടത്തിൻ്റെ തിരശ്ശീല ഇവിടെ വീഴുകയാണ്. 2005 അർജന്റീനയുടെ കുപ്പായമണിഞ്ഞ് തുടങ്ങിയ ആ യാത്ര. അന്നു മുതൽ ആ മനുഷ്യൻ്റെ ചുമലുകളിലായിരുന്നു ആ രാജ്യത്തിൻ്റെ മുഴുവൻ ഭാരവും. ഒരുപാട് തവണ തോറ്റ് അതിൻ്റെ കണ്ണീരോടെ മടങ്ങിയപ്പോഴും അയാൾ തളർന്നില്ല. ഒടുവിൽ ഖത്തറിൻ്റെ മണ്ണിൽ ലോകം കിരീടമെന്ന സ്വപ്നം അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചു. എന്നാൽ ക്രിസ്ത്യാനോയുടെയും നെയ്മറുടെയും കഥ വേറെയാണ്. ആ സ്വർണ്ണ കിരീടത്തിൽ ഒന്ന് മുത്തമിടാനുള്ള അവരുടെ അവസാനത്തെ അവസരം. ക്ലബ്ബ് ഫുട്ബോളിലെ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയ പോർച്ചുഗീസ് ഇതിഹാസത്തിന് തൻ്റെ രാജ്യത്തിനായി ഈ സ്വർണ്ണക്കപ്പ് എന്നത് ജീവൻ മരണ പോരാട്ടമാണ്. ഖത്തറിൽ കണ്ണീരോടെ പടിയിറങ്ങിപ്പോയ ആ മനുഷ്യൻ്റെ ദയനീയമായ അവസ്ഥ നാം എല്ലാവരും കണ്ട് നമ്മൾ സങ്കടപ്പെട്ടതാണ്. തൻ്റെ പോരാട്ട വീര്യത്തിന് ഒരു സുവർണ കിരീടം നൽകി പടിയിറങ്ങാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. മറുവശത്ത് ബ്രസീലിൻ്റെ രാജകുമാരൻ നെയ്മർ ജൂനിയർ, പ്രതിഭയ്ക്ക് ഒത്ത അംഗീകാരം ലഭിക്കാതെ പോയ കളിയിലെ സുൽത്താൻ. പരിക്കുകൾ വിലങ്ങിട്ട അയാളുടെ സ്വപ്നങ്ങൾക്ക് ചെറുകു നൽകാൻ ഇതിലും വലിയൊരു വേദിയില്ല. ബ്രസീലിൻ്റെ 6ാം കിരീടമെന്ന വലിയ മോഹത്തിന് ജീവൻ നൽകാൻ മഞ്ഞക്കുപ്പായത്തിൽ അയാൾ നടത്തുന്ന അവസാനത്തെ നൃത്തത്തിനായി കാനറികൾ കാത്തിരിക്കുകയാണ്. അതെ, ഒരു യുഗത്തിൻ്റെ അവസാനമാണ് വരാൻ പോകുന്നത്.